ഒരുപാട് പേര് പണ്ടൊക്കെ ഈ നമ്മുടെ കേരളത്തിൽ നിന്നുമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലം കേട്ടോ ഈ കാണുന്നേ. ഇന്ന് നമ്മളുണ്ടല്ലോ കാട്ടിനുള്ളിൽ നിൽക്കുന്നു തോന്നുന്നല്ലേ? പിന്നെ കാടൊന്നും അല്ല കേട്ടോ, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന കോട്ടേഴ്സിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. ഇച്ചിരി ഇവിടെ മൊത്തത്തിൽ താഴത്തേക്ക് പോകുമ്പോഴൊക്കെ കോട്ടേഴ്സാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാമെന്ന് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടും കാഴ്ചകളൊക്കെ KCB കോട്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഉള്ള വഴികളും കാഴ്ചകളൊക്കെ കാണിച്ചു തരാതെ. അപ്പോൾ പാറു ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പാടിപ്പോൾ പാറുവിൻ്റെ അമ്മേനെ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുപ്പിക്കണേ. അമ്മ പോരും. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോവേ. അപ്പോൾ ഇതുണ്ടോ, ഇതൊക്കെ അത്യാവശ്യം വലിയ കോട്ടേഴ്സാട്ടോ കാണുന്നത്. പക്ഷേ ഇത് ഉപയോഗിക്കാറില്ല കേട്ടോ. എല്ലാം നശിച്ച് കാട് കയറി കിടക്കുകയാണ് കേട്ടോ. ഒരു കാടൊക്കെ വെട്ടിത്തെളിക്കും, പക്ഷേ ഈ പ്രാവശ്യം കാട് വെട്ടിത്തെളിക്കൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ എന്താണ് താമസം, നമ്മളിതിൻ്റെ മണ്ടയിലാണ് താമസിക്കുന്നത് കേട്ടോ. ഇപ്പം പവർ ഹൗസിൻ്റെ ടണലൊക്കെ പണിയാൻ നേരത്ത് ആ സമയത്ത് കിട്ടിയ പാറ കൊണ്ടൊക്കെ നിർമ്മിച്ചാണ്, മൊത്തം കല്ലുകൊണ്ട് നിർമ്മിച്ച കോട്ടേഴ്സുകളെല്ലാം കാണുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ കോട്ടേഴ്സ് ഇവിടെ താമസമൊന്നുമില്ല. ഒരു കോട്ടേഴ്സ് മാത്രം വന്ന വഴിക്ക് ഒരു കാർ കിടപ്പുണ്ടാകും. താമസം ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല, ഒരു കാർ കിടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ അത്യാവശ്യം വലിയൊരു കോട്ടേഴ്സ് കേട്ടോ. കോട്ടേഴ്സാണ് ഈ കോട്ടേഴ്സ്. അത്യാവശ്യം ഞങ്ങളുടെ കോട്ടേഴ്സ് ഇതിനേക്കാൾ ചെറുതാണ്. ഇതാണ് കാട് കയറി പോയി നശിച്ച് പോയി, എല്ലാം സീറ്റെല്ലാം പോയിട്ടോ. ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകുമ്പോഴും ആ കോട്ടേഴ്സ് എനിക്ക് വൃത്തിയാണ്. ആൾക്കാർ താമസിക്കാൻ ഇങ്ങനെ പോകത്തൊന്നുമില്ല. ഒരുപാട് കോട്ടേഴ്സ് ഉണ്ട്. താഴത്തേക്ക് പോയാൽ ഇനി ഇതിപ്പോൾ ABC, D ഒക്കെ ഉണ്ട് കേട്ടോ. D ഒക്കെ അത്യാവശ്യം താമസമൊക്കെ ഉള്ളത് താഴെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മേളിലത്തെ കോട്ടേഴ്സുകളൊക്കെയാണ് കേട്ടോ കൂടുതൽ നശിച്ചു പോയിരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പുതിയതായിട്ട് ഷീറ്റ് ഇട്ടതാണ്. ഇത് ചിലപ്പോൾ നല്ല കോട്ടേഴ്സുകളായിരിക്കും, താമസിക്കാൻ ആരോ വരുന്നുണ്ട്. പുതിയ ഷീറ്റ് ഈ ഇടയ്ക്ക് ഇട്ടതാണ്. ഇവിടെ ആരോ വന്നിട്ട് അപ്പോൾ ക്ലീൻ ചെയ്യുമായിരിക്കും. നമുക്കൊന്ന് എൻ്റെ കോട്ടേഴ്സിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറാം ഈ വഴി. ആരോ ഉണ്ട്, ഇവിടെ താമസമുള്ള. അവിടെ ഇവിടെ ഒന്ന് നോക്കിയാലേ നമ്മുടെ മൂലമറ്റം ടൗണൊക്കെ കാണാം കേട്ടോ. നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലം കാണാൻ. അപ്പോൾ ഇത് മൂലമറ്റം ടൗൺ ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മളൊരു വലിയൊരു കുന്നിൻ്റെ പുറത്താട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ടാണോ വന്നത്? ശരിക്കും നമ്മളൊരു കുന്നിൻ്റെ മണ്ടയിലാട്ടോ. നിങ്ങൾക്ക് ആ ടൗൺ കണ്ടില്ലേ, ഒരുപാട് താഴെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ ശല്യമൊന്നുമില്ല. നിങ്ങൾ വലിയ എന്തെങ്കിലും ചീവീടിൻ്റെ ഒച്ചയൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഒച്ചയോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒച്ചയും കേൾക്കുന്നില്ല. നല്ല ശാന്തമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ മൊത്തവും. ഒരുപാട് പേര് പണ്ടൊക്കെ ഈ നമ്മുടെ കേരളത്തിൽ നിന്നുമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലം കേട്ടോ ഈ കാണുന്നത്. ഇതുപോലെ തന്നെ കോട്ടേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, ഈ ചുറ്റിപ്പറ്റുമില്ല. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും കോട്ടേഴ്സ്, അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. ചെക്ക് എടുത്തോണ്ട് പോകണോ? ഈ വഴി എങ്ങോട്ടാ പോണേന്ന് എനിക്കറിയില്ല. AC ഒക്കെ വെച്ചേക്കുന്നുണ്ട്. ഇനി ആൾക്കാർ കൊണ്ടുപോകാത്തതാണോ? ബസ് സ്റ്റോപ്പോ? C7. ഇതുണ്ടോ, ഇത് ഈ സ്റ്റെപ്പ് കണ്ട, ഈ സ്റ്റെപ്പ് അങ്ങ് ഇത് മേളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഇത് മേളിൽ നിന്ന് ഞാൻ ഈ സ്റ്റെപ്പിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് ഇനി താഴേക്ക് ഇങ്ങ് താഴെ വരെ ഉണ്ട് കേട്ടോ സ്റ്റെപ്പ്.
താഴെയും ഇങ്ങനെ റോഡാണ്. ഇനി ആ റോഡിൻ്റെ സൈഡിലൂടെയൊക്കെ കോട്ടേഴ്സുകളുണ്ട് കേട്ടോ. എങ്ങനെ സ്കൂട്ടിയിലോട്ട് ഇങ്ങനെ കറങ്ങാറിഞ്ഞ് പാറു ഉണ്ട്. പാറുവിനെ നേരത്തെ കണ്ടായിരുന്നല്ലോ. ദേവുണ്ട്. ഇപ്പോൾ നല്ല രസം, അടിപൊളി സ്ഥലമുണ്ടോ. ഇത് മുകളിലേക്കൊക്കെ നോക്കി മരങ്ങൾ. ഇതൊക്കെ വാങ്ങയൊക്കെയാണോ? വാങ്ങയല്ലേ? ഇതൊക്കെ പൂത്ത് വെക്കുന്നതാണ്. നല്ല രസമാണ് കേട്ടോ. ഇപ്പോഴല്ല പൂക്കുന്ന സമയമൊക്കെ കഴിഞ്ഞേ. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് നമ്മൾ അങ്ങോട്ട് നമ്മുടെ കോട്ടേഴ്സിലേക്ക് പോകണ ഈ വഴിയാണ്. നമ്മൾ പോകണം, ഇതിലേയും പോകാം അതിലേയും പോകാം. അപ്പോൾ നമ്മൾ വരുന്ന ഇതിലേയും അതിലേയും വരാം കേട്ടോ. നമുക്ക് എങ്ങനെ വേണേലും വരാം. ഒരുപാട് വഴിയുണ്ട്. എങ്ങനെ പോയാലും നിങ്ങൾ താഴെ എത്തും, മേളിലേക്കും പോകാം. ഇതിലേയും ചുറ്റിക്കറങ്ങൊക്കെ പോകാമേ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര വണ്ടി പോക്കൊക്കെ, വണ്ടിക്കാർ വടിയൊക്കെ ചോദിച്ചു പോകുന്നു. പിന്നെ നമ്മുടെ മൂലമറ്റം ടൗൺ കണ്ടോ? ഇതിപ്പോൾ ഇത്രയുണ്ട്. അവിടെ ഇത്രയും ദൂരത്തിലാണ് ടൗൺ കേട്ടോ, മൂലമറ്റം ടൗണ്. പിന്നെ മരങ്ങളൊക്കെ കാരണം കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത. പിന്നെ താഴത്തേക്ക് പോയാലും കോട്ടേഴ്സുകൾ ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ കണ്ടോ, F1 to F5, E13 to E19, D3 മുതൽ സർക്യൂട്ട് ഹൗസ് കണ്ടോ, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, പെറ്റാർക്ക്. G5 to G19, G3 നമ്മുടെ കോട്ടേഴ്സ് G3 to G16. നമ്മൾ G6ലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വഴിയാണ് മേളിലേക്ക് പോകണം. കൃത്യം കോട്ടേഴ്സ് നമ്പറൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടേഴ്സ് അങ്ങോട്ട് പോകാം. ഇതിൽ പോയാലും പോകാൻ പറ്റും, അതിൽ ചുറ്റിക്കറങ്ങി വന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് എളുപ്പം. G3 ഇതിൽ നമ്മൾ മേളിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ പണ്ട് ഒരു ചന്തയൊക്കെ ഉണ്ടായിരുന്നേ. ആ ചന്ത ഇപ്പോൾ ചന്തയൊന്നുമില്ല, മാർക്കറ്റ്. ഇവിടുത്തെ മാർക്കറ്റ് ഇത് എവിടെയായിരുന്നു? അവിടെ മാർക്കറ്റ് ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞു കേട്ടോ. ഒരുപാട് പേരൊന്നുമില്ല. ഇവിടെയൊക്കെ ഞാൻ വരുമ്പം ഒരുപാട് പേര് താമസിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ G3 തൊട്ട് G25 തൊട്ട് 19 വരെ ഫുൾ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് മേളിൽ G3 തൊട്ട് അങ്ങനെ ഇടപെട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ 3 കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പോൾ 6. ഇപ്പോൾ ഇവിടെയൊക്കെ വന്ന് ആൾക്കാർ വിശ്രമിക്കാറുണ്ട്. വൈകുന്നേരമൊക്കെ ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ പുല്ലും കാലും പിടിച്ചുകൊണ്ട് ആൾക്കാർ കാണില്ല. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ഈ കോട്ടേഴ്സിൽ നിന്നൊക്കെ ആൾക്കാർ വന്നൊക്കെ ഇരിക്കുന്നു, സംസാരിക്കാനൊക്കെ. എല്ലാം ഡ്രൈനേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പണ്ടെല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ പവർ ഹൗസിൻ്റെ സ്വിച്ച് യാർഡാണ് അവിടെ കാണുന്നത്. നമ്മുടെ കോട്ടേഴ്സിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ അവിടെയൊക്കെ. ഇനി നമ്മൾ നേരെ തന്നെ അങ്ങോട്ടേക്കാട്ടോ പോണേ. മതി. അപ്പോൾ ഇവിടെ ഇതാണ് കേട്ടോ ജി കോട്ടേഴ്സിലാണ്. അപ്പോൾ ഇവിടുന്ന് ആദ്യത്തെ കോട്ടേഴ്സിന് അത് ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും ആളില്ല, പക്ഷെ എടുത്തിട്ടായിരുന്നു കേട്ടോ. നമ്മുടെ താമസം ഇതാണ് കേട്ടോ. കോട്ടേഴ്സ്, നമ്മുടെ കോട്ടേഴ്സ് ഇതാണ്. നമ്മളിപ്പോൾ തൽക്കാലം വണ്ടി ഇവിടെ എടുത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ കോട്ടേഴ്സ് ഇതാണ് കേട്ടോ. നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ ഏത് കോട്ടേഴ്സ് നമ്പറിലാണ് താമസിച്ചതെന്ന് കാണണം കേട്ടോ. പറയണേ, കമൻറ്റ് ഇടണേ. ഞങ്ങൾ താമസിക്കുന്ന ഇതാണ് ഞങ്ങളുടെ കോട്ടേഴ്സ് G6 ഉണ്ടോ. പിന്നെ അങ്ങോട്ടേക്ക് കുറേ ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് ചേച്ചിമാർ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകണില്ല. പിന്നെ ഇനി അങ്ങോട്ടേക്ക് ആൾതാമസം കുറവാണ്, പക്ഷേ ബാക്കിലേക്ക് ആൾതാമസം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോട്ടേഴ്സിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു. താക്കോൽ എടുക്കാണ്ട് കോട്ടേഴ്സ് തുറക്കാൻ പറ്റില്ല. ഈയടാ കണ്ടോ, ഉൾഭാഗം ഇതാണ്. ഇങ്ങനെയൊക്കെയാണ്. അലമാര ഒക്കെ ഉണ്ട്. കൊച്ചിൻ്റെ കളിപ്പാട്ടം കൊണ്ട് നിറയുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ബെഡ് ഇതാണ്. ഇവിടെ ഒരു ബെഡ് മേടിച്ചു. നേരത്തെ അനിയനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഡോറുണ്ട്, പക്ഷേ ഞങ്ങൾ ഈ ബെഡിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് ആ ഡോറിൻ്റെ ബാക്കിൽ അലമാരയൊക്കെ വെച്ചേക്കുക ആണ് അതിലേ. അപ്പോൾ ഞങ്ങൾ എൻട്രി രണ്ടുണ്ട്. ഇത് നേരെ കിച്ചൺ അവിടെയാണ്. ഒരു ബെഡ്റൂമുണ്ട്, ബാത്റൂം, അത്രയാണേ. എല്ലാം ഈ ടൈപ്പ് കോട്ടേഴ്സിൽ എല്ലാം ഇങ്ങനെ തന്നെയാണ്. സൗകര്യം ഇതത്തേക്കുള്ളൂ. ചെറിയ സൗകര്യം എന്നാലും ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. പാറോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റൊക്കെ ഇടണം. അപ്പോൾ ഇവിടെ താമസിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കോട്ടേഴ്സ് നമ്പറൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. ശരി, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാവേ.